Kalyan Jewelers. Celebrating 200 showrooms. Visit now for exciting offers. സത്യന്റെ പടങ്ങൾ ചെയ്ത സത്യന് എന്നോടുള്ള വിശ്വാസമാണ്. ഒരു പക്ഷെ പറയുന്ന പോലെ പറഞ്ഞോ എന്ന് പറയുമ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ പറയും. അല്ലാതെ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കൂ എന്നിട്ട് ഒരു 3 പല്ല് കാണിച്ചിട്ടിരിക്കണം കേട്ടോ, എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിതിങ്ങനെ 3 പല്ല് കാണിച്ച് തിരിച്ചുകൊണ്ടോടെ നിൽക്കാനേ പറ്റൂ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് ഈ സിനിമയിൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലൊരു സീനിൽ ഞാൻ പറയാൻ പറ്റില്ല സീൻ ഏതാന്നുള്ളത്, വളരെ സീരിയസ് ആയിട്ട് രണ്ടുപേരും സംസാരിക്കുന്ന സീനിൽ ഞാനൊരു കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു സത്യം പറയുന്നുണ്ട് ലീലാമേനോട്. ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചി ചിരിച്ചിട്ട് പറഞ്ഞു എന്ത് രസത്തിൽ അതങ്ങനെ ചെയ്തേന്ന് എന്തോ പറഞ്ഞു. ജാസ്ലാമയുടെ റോളൊക്കെ ഞാൻ അമ്മച്ചിയുടെ വീട്ടിലാണ്. രാവിലെ അപ്പം മുട്ടക്കറിയും കഴിച്ചേച്ച് അമ്മച്ചി ഷോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇത്രേ ഉള്ളൂ ചെറിയച്ഛൻ്റെ അമ്മ. ആ പെർഫോം ചെയ്യുക എന്നെ പോലെ കാണിക്കുന്നല്ലോ വെങ്കൊച്ച. അടുത്തിരിക്കുന്നവരെ കളിയാക്കി നിങ്ങളെ ചിരിപ്പിക്കുക. അതാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹീറോയ്ക്ക് എപ്പോഴും കളിയാക്കാനും തമാശ പറയാനും തലയ്ക്ക് കൊട്ടാനും ഒരു കൊമേഡിയൻ വേണം. പക്ഷെ ഞാനത് ചെയ്യില്ല. ഞാൻ ഒരു കാലത്തും ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വേദനിക്കാത്ത തമാശകൾ മാത്രമേ പറയൂ. അയാൾ കൊമേഡിയൻ ആണെങ്കിലും അയാളുടെ വീട്ടിൽ അയാളാ രാജാവ്, അയാളുടെ മക്കളെ മുമ്പിൽ അയാളാ ഹീറോ. അപ്പൊ അത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ചിന്തിക്കണം. മുടനരെ നോക്കി പോടാ ഞൊണ്ടി എന്ന് വിളിക്കുന്നത് ഹ്യൂമർ അല്ല. അതൊക്കെ ഇപ്പം ബോഡി ഷേവിങ് എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ചേച്ചി ഇതുപോലെ ഇപ്പം പലതരം സിനിമകളിൽ പല കാലങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. ഇത് ഒരു ലിമിറ്റഡ് ലൊക്കേഷൻ എന്നുള്ളതിന് നമ്മൾ കാണുന്ന സമയത്ത് വെള്ളത്തിൻ്റെ പല തോതിലുള്ള വെള്ളപ്പൊക്കത്തിലായ ഒരു കുട്ടനാടിനെയാണ് കാണുന്നത്. പക്ഷേ അഭിനേതാക്കളെ സംബന്ധിച്ചോളം ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു വിശാലതയില്ല. വളരെ ലിമിറ്റഡായ കുഞ്ഞു കുഞ്ഞു മുറികൾക്കകത്താണ് പെർഫോം ചെയ്യുന്നത്. അതിൽ തന്നെ ഈ വെള്ളം പല തട്ടിൽ പൊങ്ങി നിൽക്കുന്നതിലൂടെ മൂവ് ചെയ്യുന്ന ലീലാമയും അഞ്ജുനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം അഞ്ജു ഫോണുമായിട്ട് പുറത്തു പോകുന്ന സമയത്ത് ഇതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോള് പെർഫോം ചെയ്യേണ്ടത് ഈ വെള്ളത്തിൻ്റെ പല സമയത്ത്. അതേസമയം തന്നെ അവരൊരു വെള്ളക്കെട്ടിനകത്ത് കുടുങ്ങി നിൽക്കുകയാണെന്നുള്ളൊരു ഭീതി നമുക്ക് തോന്നുകയും ചെയ്യണം. ഏറ്റവും നിർണായകമായ പെർഫോമൻസാണ്, ജീവിതത്തിൽ ഏറ്റവും ഇമോഷണൽ മൊമെൻ്റാണ്. അതിൻ്റെ കൂടെ ഈ വെള്ളം ഉണ്ടാക്കുന്ന ഒരു ദുരിതവും ഫീൽ ചെയ്യണം. അത് ഏറ്റവും വിശ്വസനീയമായിട്ട് അവതരിപ്പിച്ചത്. ഞാൻ തന്നെ നേരത്തെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചത് ഇതൊരു സെറ്റ് ചെയ്തതാണോ, ഇത് വെള്ളം ഇങ്ങനെ കയറ്റി വേറെ രീതിയിൽ ക്രിയേറ്റ് ചെയ്തതാണോ, അല്ലെങ്കിൽ ഇത് ടോട്ടൽ ഒരു സെറ്റായിരുന്നോ, വീട് സംവിധാനം മുറി എന്നൊക്കെ. ഈ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നേരത്തെ തന്നെ പറഞ്ഞൊരു ലിമിറ്റഡ് ലൊക്കേഷനിൽ സെറ്റ് ചെയ്തപ്പോഴുള്ള അതിന് വേണ്ടി എടുത്തൊരു പ്രിപ്പറേഷൻസിനൊക്കെ കുറിച്ച് പറഞ്ഞു. ആ ഒരു ഷൂട്ട് ഫീൽ എക്സ്പീരിയൻസ് അതെങ്ങനെയായിരുന്നു? ഇത് ഞാൻ സത്യത്തിൽ ആദ്യം വിചാരിച്ചു ഇതൊരു വീട് സെറ്റ് ഇടാൻ പോവുകയാണ്. എൻ്റെ അടുത്ത് 4 വർഷത്തിന് മുമ്പ് പറയുമ്പോൾ പറഞ്ഞത് ഇല്ല ചെയ്യും നമ്മളങ്ങനെ ഒരു സെറ്റ് ഇടും, ഒരു വീടും കറക്റ്റ് നമുക്ക് വെള്ളം അതിനകത്ത് നിർത്താനും ഒക്കെ ഉള്ള സെറ്റൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ നമ്മൾ പല സിനിമകളും 2018 ആണെങ്കിലും അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫോട്ടോഗ്രാഫ്സൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്കറിയാം കുട്ടനാട് ഭാഗത്ത് മഴ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് സാധാരണയായിട്ട് എത്രയോ കാലങ്ങളായിട്ട് വെള്ളം കയറും. പലരും അവിടെ നിന്ന് ഇത് ചെയ്ത് പോകും. പിന്നെ ശീലിച്ചവർ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് പോകും. ഇങ്ങനെയൊക്കെയുള്ള അറിയാം. പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് കേട്ടോ. നമ്മുടെ കാലിൻ്റെയൊക്കെ അവസ്ഥ എന്താവും? 2 സ്ത്രീകളാണ് അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കുന്നത്. എന്തെല്ലാം ശാരീരികമായ പുരുഷന്മാരെ പോലെ അല്ല. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. അത് അവരുടെ കുറ്റമല്ല, ചിന്തിക്കേണ്ടിയിരുന്ന ഞാനാണ്. ആ സെറ്റിൽ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ഞാനായിരുന്നു. അത് ചിന്തിച്ചില്ലല്ലോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. കാരണം അത്തരം പല സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതൊരു ഭീകര ടെൻഷൻ ആയിരുന്നു. ഒരു തൊട്ടിലെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഏണി കയറുന്നൊരു സമയം ആ സീനൊക്കെ എടുത്തുമ്പോൾ ലിറ്ററലി ഐ വാസ് സോ അപ്സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ വിവരിക്കണമെന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ ഒരു ജനറേഷൻ്റെ പ്രോബ്ലമാണ്. ഇന്നെല്ലാവരും ലിബറലാണ്, വളരെ കാര്യമായിട്ട് നമ്മുടെ ശാരീരിക അസ്വസ്ഥതകൾ പറയുന്ന ഒരു ജനറേഷനാണ്. ഈവൻ എൻ്റെ മകള് പോലും. എനിക്കത് സാധിക്കുന്ന ഒരാളല്ല, ഞാൻ അങ്ങനെ അല്ല വന്നത്. അപ്പോൾ എന്തായാലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പറയുന്ന ചില സജഷനൊക്കെ നിനക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ ഷൗട്ട് ചെയ്തു. കാരണം ഒരു ക്യാമറയുടെ ആംഗിള് ഇവിടെ വച്ചെടുക്കുന്നു, ഇവിടുത്തെ കണ്ടിന്യൂറ്റിയിൽ ആ കൈ ഇങ്ങനെ ഉണ്ടാവും. ഈ കൈ കാണുന്നില്ല, കാരണം അതിൻ്റെ അപ്പുറത്താണ് ക്യാമറ വെച്ചിരിക്കുന്നത്. ഈ കൈ കാണുന്നില്ല. പുള്ളി ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പുറത്തെ ആംഗിളിൽ ക്യാമറ വയ്ക്കുമ്പോൾ ഈ കൈ ഇല്ല എന്ന് പറയുക. എടോ, ആ ആംഗിളിൽ ക്യാമറ വയ്ക്കുമ്പോൾ ആ കൈ കാണത്തില്ല. ഈ കൈ പിന്നെ എടുത്ത് ഊരി വെച്ചിട്ടാണ് പോകുന്നത് തൊട്ടിലെടുക്കാൻ. അത് ഈ ആംഗിളിൽ വരുമ്പോൾ നാച്ചുറലി അത് ഇങ്ങനെ കാണും. പക്ഷെ ഞാനത് സാധാരണ തമാശയ്ക്ക് പറയുന്ന ആളാണ്.
പക്ഷെ ഞാൻ ആ സമയത്ത് ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. കാരണം ഞാൻ ഫിസിക്കലി കോൺഷ്യസ്. വളരെ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടൊരു സംഭവമായിരുന്നു എനിക്ക്. അപ്പോൾ അതൊക്കെ ആ ഇറിറ്റേഷനൊക്കെ ചില സീനിൽ വരും. അത് ആ ക്യാരക്ടറിന് കുഴപ്പം ചെയ്തില്ല, അതൊരു പ്ലസന്റ് ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ആ സീൻസിനെ ബാധിച്ചു. കാരണം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പറയാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നമുണ്ട്. കാരണം ഒന്ന് ഇങ്ങനെയാക്കിയാൽ കേൾക്കുന്ന അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ എനിക്ക് അവളുമായിട്ട് ഷെയർ ചെയ്യാം. പക്ഷെ എന്നെ ഷെയർ ചെയ്തിട്ടും കാര്യമില്ല. അവൾ ബോൾഡായിട്ട് പറയും, സോറി ഈ സീനൊന്നും എടുക്കാൻ പറ്റില്ല, ചേച്ചി ഈസ് നോട്ട് കംഫർട്ടബിൾ എന്ന് പറയും. പക്ഷെ പിന്നെ ഒരു ദിവസം നിന്ന് ഞാനല്ലേ അത് ചെയ്യേണ്ടത്. സോ ഇങ്ങനത്തെ ഒരു 2 സന്ദർഭങ്ങൾ, 2-3 കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സെറ്റായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പോൾ ഫിസിക്കൽ ഡിസ്കംഫർട്ട് സിനിമകളിലൊക്കെ ഇപ്പം ചേച്ചിയുടെ 14 വയസ്സ് മുതൽ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് എന്താ പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ആ സമയത്തൊന്നും അങ്ങനെ കൊടുക്കുക. പിന്നെ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ചേച്ചി ആ വിശേഷങ്ങളൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആവുകയാണ്. കാര്യം എൻ്റെ കുഞ്ഞു ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും ചേച്ചിയൊക്കെ എന്തൊക്കെ കടന്നിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും വലിയൊരു എഡ്യൂക്കേഷൻ ആയിരുന്നു ഹൗ ടു ടേക്ക് കെയർ ഓഫ് ആക്ടേഴ്സ് ഓൺ സെറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നത് സെറ്റിലുള്ളവരും അത് പഠിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു സിനിമ കഴിഞ്ഞു, ഇനി ഇതിൽ നിന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ വിൽ ഓൾ ബി മോർ കോഗ്നിസെൻറ്റ്. ഇന്ന അവസരം വേണം. വെള്ളത്തിനകത്ത് നമ്മളൊരു ഫുൾ ഡേ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഫോൾ സിക്ക്. പിന്നെ നീരിറക്കം ഉണ്ടാവും, പനി വരും. എനിക്ക് തോന്നുന്നു നമുക്ക് ഇല്ലാത്ത ഫിസിക്കൽ എലിമെന്റ്സ് എല്ലാം വന്നു പോയിട്ടുണ്ട്. എൻ്റെ കാല് ഇവിടുന്ന് ഇവിടം വരെ ഇപ്പം ഡാർക്ക് കളറിലായിരിക്കുകയാണ്. ഈ തോട്ടിലെ വെള്ളം ഇതുവരെ സ്റ്റിൽ മാറിയിട്ടില്ല എനിക്ക്. അത് പല ദിവസങ്ങളിലും ഉച്ചയാകുമ്പോൾ ഈ ബ്രേക്കിന് ഇവിടം വരെ നനഞ്ഞാ പോയിരിക്കുന്നത്. കാരണം അത് വീണ്ടും മാറ്റി അയൺ ചെയ്തിട്ട് കാര്യമില്ല, വീണ്ടും വന്നിരിക്കുന്നത് ഇങ്ങോട്ടല്ലേ. അപ്പം നമ്മൾ മടുത്തിട്ട് ഹൗസ് ബോട്ടിൽ പോയി ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ നാക്കി. അത് AC ആണ്, AC ഇല്ലാതെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കായലിൻ്റെ കാറ്റാ അടിക്കുന്ന പുറത്തുനിന്ന്, ഫുൾ കാണാൻ ആൾക്കാർക്ക്, അക്കരെ നിൽക്കുന്നവർക്ക്. നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല, പ്രൈവസി ഇല്ല. അപ്പോൾ ഇതെന്തറിയോ, നമ്മൾ ഇവിടം വരെ നനഞ്ഞിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പം ഇതൊക്കെ ഓവർകം ചെയ്യുക എന്ന് പറയുന്നതിനൊരു ചെറിയ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ഡിസ്കംഫർട്ടബിൾ ആകുമ്പോഴും നമ്മൾ ഈ പറയുന്ന ഇമോഷണൽ ഡെലിവറി വേണം. അപ്പോൾ ഒരു 30 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് രാത്രിയൊന്നും കിടക്കാൻ പറ്റത്തില്ല. കാരണം കാലിങ്ങനെ ഇരുന്ന് വിങ്ങും. പിന്നെ രാത്രി എൻ്റെ പേഴ്സണൽ സ്റ്റാഫ് കൂടെ ഉള്ളവർ ഹെയർ ഡ്രയർ വെച്ച് കാല് ചൂടാക്കി എന്നിട്ട് ബ്ലാങ്കറ്റിനകത്ത് ചുരുട്ടി വെച്ച്, അപ്പോൾ ഈ മസിലൊക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ വരിക, കാലൊക്കെ ഇങ്ങനെ ആവുകയാണ്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെന്താ പറയുക, ഞാനൊക്കെ കടന്നു വന്ന ഒരുപാട് അസൗകര്യങ്ങൾ നമ്മൾ മനസ്സിലാലോചിക്കും. ഒത്തിരി കാര്യങ്ങൾ. ഡ്രസ് ചേഞ്ച് ചെയ്യാൻ നല്ലൊരു മറ പോലും ഇല്ലാതെ, കൂടെയുള്ള കോസ്റ്റ്യൂം അസിസ്റ്റൻസും എൻ്റെ പേഴ്സണൽ സ്റ്റാഫൊക്കെ ലുങ്കി 4 ഭാഗത്തും മറിച്ച് അതിനകത്താണ് ഡ്രസ് ചേഞ്ച്. മുകളിലത്തെ മരമൊക്കെ നോക്കണം, ഇങ്ങനെ ആരെങ്കിലും മരത്തിൽ കയറി ഇരിപ്പുണ്ടോന്ന് അത് നോക്കാൻ വേണ്ടി കുറേ പേര് ഇങ്ങനെ നിൽക്കും. ആരെങ്കിലും നമ്മൾ എങ്ങോട്ടാ പോയോന്ന് നോക്കാൻ വേണ്ടി ആങ്സൈറ്റിയോടുകൂടി ആരെങ്കിലും ഒക്കെ കയറിയും. പിന്നെ അവരെ കല്ലെറിഞ്ഞ് താഴെ ഇടണം. ഇപ്പൊ ആലോചിക്കുമ്പോൾ ചിരി വരും. ഇത് കൂടെ പോലെ കർട്ടൻ പോലെ 2 പേരും മേളിൽ പിടിച്ചുകൊണ്ട് നിൽക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഡ്രസ് ചേഞ്ച് കുറേ കാലഘട്ടം വരെ. അത് പരാതിപ്പെടാനുള്ള ഒരു അവസരം പോലും ഇല്ല. ഇന്ന് ചില ഇന്നത്തെ പുതിയതായിട്ട് വരുന്നവർ ഞങ്ങൾക്ക് കാരവനില്ല, ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ സ്ഥലമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ഈശ്വര ഇത്രയും പടങ്ങൾ കിടക്കി ഒരു പ്രാവശ്യം പോലും ആരോടും പറയാൻ പറ്റിയിട്ടില്ലോ. അത് നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോൾ എടുത്ത് വന്നിട്ട് എന്താ അവിടെ ബാത്റൂമിൽ പോയാൽ സൗകര്യമില്ലെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെക്കാനും പോയി ചോദിച്ചിട്ട് അവിടെ പോയാൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ അവർ വന്നിട്ട് വരും പറയും. നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളടുത്ത് പറയണം, ചേട്ടാ ബാത്റൂമിൽ പോകണം ചേട്ടാ, എവിടെ സ്ഥലമില്ലെന്ന് പറയുമ്പോൾ അവർ വിളിച്ചിട്ട് അപ്പുറത്ത് പോയി നിങ്ങളുടെ വീട്ടിൽ വന്നോട്ടെ എന്ന് ചോദിക്കും. പിന്നെ അവരെല്ലാം കൂടെ ഈ ബാത്റൂമിൽ പോകാൻ അനുവദിച്ചതിന് വേണ്ടി ആ വീട്ടുകാരെ മുഴുവൻ തൃപ്തിപ്പെടുത്തിയിട്ട് ഇറങ്ങാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് വിശേഷം മുഴുവൻ പറഞ്ഞ് ഒരു ദൈവാധീനം മൊബൈൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഫോട്ടോ എടുപ്പില്ല, സെൽഫി ഇല്ല. നല്ലൊരു ബ്ലെസ്സിംഗ് ആയിരുന്നു അത്. അത് മാത്രമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ക്യാരവൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും പ്രൈവസി ഇല്ലല്ലോ. ഒരു ക്യാമറ നമ്മളെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു സംഗതി കിടക്കുകയില്ലേ. അതുകൊണ്ട് അത് തെറ്റല്ല, അത് വേണം. അതിനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അല്ല ഞാൻ പറയാം ഉദാഹരണം, അങ്ങനെ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് വന്നിട്ട് പരാതിപ്പെടാൻ ഏറ്റവും അവസാനം ഒരു ഭയങ്കര റിസ്കി ആയിട്ടൊരു സംഗതി എടുത്തപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ആർക്കും ദേഷ്യം വന്ന് അവള് ദേഷ്യപ്പെട്ടിട്ട് പോയി, പറ്റത്തില്ലാന്ന് പറഞ്ഞ് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനു മുമ്പ് ഞാൻ ദേഷ്യപ്പെടേണ്ടതായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തു. സത്യം. അപ്പം എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്, അവള് ദേഷ്യപ്പെടുന്ന എൻ്റെ ഹസ്ബൻഡ് ചീത്ത പറയുക,
നീ ഇത്രയും നേരം എക്സ്പീരിയൻസ് ആയിട്ട് നീ പറഞ്ഞിട്ട് വേണ്ട അവരെയും കൂടെ അസൗകര്യം നോക്കാനായിട്ട്. എന്നിട്ട് നീ മിണ്ടാതെ ഇനി പോകുന്നതെന്ന് പറഞ്ഞ് പുള്ളി ഷൗട്ട് ചെയ്യുന്നു. 2 ഷോട്ടേ ഉള്ളൂ, പോട്ടെ 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 മിണ്ടാണ്ടാന്ന് പറഞ്ഞ് ഞാൻ സമാനിപ്പിക്കുക. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഷൗട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സത്യം അവൾ പറഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ പേടിയാവാൻ തുടങ്ങി. ദൈവമേ ശരിയാണല്ലോ, എന്തെങ്കിലും ഒരു കാര്യം തെറ്റായി പോയാൽ മതി. തിങ് ഈസ് നമ്മൾ എത്ര വോക്കലാവുന്ന, ഇപ്പൊ ഞാൻ സിനിമയിൽ വന്നു തുടങ്ങുമ്പോഴും ഈ സൗകര്യങ്ങളൊന്നും ഇല്ല. ഞാനുള്ള സമയത്തും ഇതേപോലെ അപ്പുറത്തെ വീട്ടിൽ പോയി അതൊക്കെ തന്നെയാ. അപ്പം ഭാഗ്യത്തിന് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ഇൻ ആർ ഇൻഡസ്ട്രി, ഈ സൗകര്യങ്ങളൊക്കെ പിന്നെ അസോസിയേഷനൊക്കെ സംസാരിച്ച് പതുക്കെ വരുന്ന ഒരു കാലഘട്ടം വന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു ചുരുങ്ങലുണ്ട്, അത് ഷോർട്ടൊന്ന് തീർക്കണം. നമുക്കെന്താ വെച്ചാൽ നമുക്കറിയാലോ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് എത്രയാവുന്നുണ്ട്, ആ എംപത്തി ഫുള്ള് നമ്മൾ കൊടുക്കും. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പം നമുക്ക് പെർഫോം ചെയ്യേണ്ട മുഖം ഇതാണല്ലോ, ദേഹം ഇതാണ്, അതിനെ സേഫ് ഗാർഡ് ചെയ്യാന്നുള്ളത് ആ സമയത്തൊക്കെ അതാണ്. പക്ഷേ നമ്മൾ പറയില്ലേ കുടുംബമാണെന്നൊക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഒരു രീതിയിലും ചിന്തിക്കില്ല. ദേഷ്യം പിടിക്കുമ്പോഴും സങ്കടം പറയുമ്പോഴും ഞാനൊക്കെ കരഞ്ഞിട്ടുണ്ട് സെറ്റിൽ ദേഷ്യം വന്നിട്ട്. ഈ കാര്യം എനിക്ക് ദേഷ്യം പിടിക്കണ്ട, എൻ്റെ ദേഷ്യം എനിക്ക് എന്നെ എന്തിനാണ് ദേഷ്യം പിടിപ്പിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ കരയും. അപ്പോൾ അവരാകെ കൺഫ്യൂഷൻ, ദേഷ്യമാണോ സങ്കടമാണോ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവാതെ. സോ പക്ഷേ ദ മോർ വോക്കൽ യു ആർ ദ ബെറ്റർ ഇറ്റ് ഗെറ്റ്സ് എന്നുള്ളത് പിന്നെയും മനസ്സിലായിക്കൊണ്ടിരിക്കും ഓരോ സിനിമ കഴിയുമ്പോൾ. കാര്യം ചേച്ചിയുടെ ഒക്കെ കാലിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാര്യം എനിക്ക് പിന്നെയും കുഴപ്പമില്ല, ഞാൻ കാലം എവിടേക്കെങ്കിലും എങ്കോണിച്ചിട്ടൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും ഇരിക്കും, ഒരു നാണോ മാനോ ഇല്ലാതെ ഞാൻ അവിടെ ഇരിക്കും. പിന്നെ ചേച്ചിക്ക് എത്ര നേരം എന്ന് വെച്ചിട്ടാണ് അവിടെ ഇരിക്കുക എന്നുള്ളത്. പക്ഷേ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്. ഐ തിങ്ക് ദാറ്റ് വാസ് വൺ മെയിൻ ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്ന് പറഞ്ഞ പോലെ ചിലതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് റിയാക്ട് ചെയ്തെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യും എന്നുള്ളത് അതൊരു വലിയ സത്യമാണ്. ബോഡി തന്നെ ഒരു ടൂളാണല്ലോ അത്. കാരണം ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ആലോചിക്കണം. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് അത് ഇനി കുറച്ച് അലേർട്ടാവും. ഞാൻ പല കാര്യങ്ങളും അതുകൂടി പരിരക്ഷിക്കേണ്ട നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. ഞാനൊരു തമിഴ് സിനിമയ്ക്ക് വേണ്ടി ഞാൻ യു പി പോയിട്ട് ഒരിടത്തത് ഡൽഹി ടു ഭടേശ്വർ, ഝാൻസി, അങ്ങനെ ഇങ്ങനെ ട്രാവലാണ്. രാവിലെ ഇവിടെ ഒരു സീൻ എടുക്കുക, ഇവിടെ നേരെ 8 മണിക്കൂർ യാത്ര ചെയ്ത് വേറെ അടുത്ത് പോയി അവിടെ ഒരു സീൻ. അവിടുത്തെ അങ്ങനെ 60 പടിയുള്ളൊരു അമ്പലം, അതിൻ്റെ ആ കുളത്തിൻ്റെ പടികളാണ് അവിടെ ഫേമസ്. നമ്മുടെ ഇവിടെയൊക്കെ ക്ഷേത്രാടനമാണ്, അവിടെ തീർത്ഥാടനമാണ്. തീർത്ഥങ്ങൾക്കാണ് വാല്യൂ, ഗംഗയ്ക്കാണ് വാല്യൂ. മേളിലൊരു ക്ഷേത്രമുണ്ട്, അതിനെപ്പറ്റി പറയിടാവാറില്ല, അവിടെ പോകുന്നു അത്രേ ഉള്ളൂ. ഇതിനാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു സീന് വേണ്ടി പോയിരിക്കുക, ഇത്രയും പടികൾ ഇറങ്ങണം. ഒരു പടി ഇവിടെ ആണെങ്കിൽ ഇത് കഴിഞ്ഞ് 1 കിലോമീറ്റർ കഴിഞ്ഞ് അടുത്ത പടി. ആ നാട്ടിൽ മിക്കവാറും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര ഡെപ്തിൽ. അപ്പോൾ ഇറങ്ങുമ്പോൾ ഓരോ സ്റ്റൂൾ ഇട്ട് തന്ന് ഞങ്ങൾ സാരിയല്ലേ കൊടുത്തേക്കുന്നത്, താഴെ മുഴുവൻ ആൾക്കാർ നിൽക്കുകയല്ലേ, ഇങ്ങനെ പിടിച്ചിറങ്ങാൻ പറ്റത്തില്ലോ. അപ്പോൾ നമ്മുടെ ആൾക്കാർ തന്നെ ഓരോ സ്റ്റൂൾ ഇട്ട് ഇറങ്ങി. ഷോട്ട് കഴിഞ്ഞപ്പോൾ ബാക്കി യൂണിറ്റ് എല്ലാം പോയി. ഞങ്ങൾ 3 സ്ത്രീകൾ മാത്രം, 4 പേര് ഒരു സ്റ്റൂളിടും, അല്ലെങ്കിൽ കയറും, വെള്ളി 2 പേര് പിടിക്കണം. ഇങ്ങനെ കയറി ഒരു 30-35 പടിയായി. എൻ്റെ സാരി ഞാൻ തന്നെ ചവിട്ടി ഈ കാലിടിച്ച് താഴെ വരെ വരികയാണ്. അപ്പോഴും ഞാൻ കോൺഷ്യസ് ആവുന്ന എൻ്റെ സാരി മുകളിലോട്ട് ആവരുത്, അതിനുവേണ്ടി ഇത് പിടിച്ചോണ്ടിരിക്കുക. ഈ മുട്ടിടിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. വീണു, എല്ലാവരും കൂടെ വന്ന് എടുത്തു, എങ്ങനെയോ മേളിൽ പിടിച്ച് കയറ്റി. അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് ട്രാവലാണ്, ഒരു 7 മണിക്കൂർ ട്രാവലാണ്. അൺടൈമിൽ ചെന്നെത്തുന്നു, കിടന്നുറങ്ങുന്നു. ഇതിനെ ശ്രദ്ധിച്ചിട്ടില്ല. 15 ദിവസം കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഈ കാലം നടക്കാൻ വയ്യ. ഇവിടെ വന്നു കഴിഞ്ഞ് നേരെ വേറെ ഷൂട്ടാണ്. പോയി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സ്റ്റെപ്സ് കയറുമ്പോൾ സൂക്ഷിക്കുക, കഴിയുന്നതും കയറാതിരിക്കുക. കയറുന്നതിനേക്കാൾ അപകടമാണ് ഇറങ്ങുന്നത്. കയറുമ്പോൾ എക്സ്പാൻഡ് ആവും, ഇറങ്ങുമ്പോൾ ഇങ്ങനെ ആവും. അപ്പോൾ അതൊരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ട് നമ്മളെ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ആർക്കും ശ്രദ്ധിക്കാൻ സമയമില്ല. കാരണം അടുത്തടുത്ത വർക്ക് കഴിഞ്ഞ് പോകണോ, എല്ലാവർക്കും പോകണ്ടേ. സോ അതൊക്കെ ഇവിടെ സാധാരണമാണ്. നമ്മുടെ വിദേശ സിനിമകൾ പോലെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി മെഷേഴ്സ് അല്ലേ. ഈ ഹ്യൂമറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു വിശ്വസിച്ചൊരു കാര്യം പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഈ 1900 പെട്ടി തുറക്കുന്ന സീനാണെങ്കിലും, ഈ എൻ്റെ ഇവിടെ യോധയിലെ സീനിലാണെങ്കിൽ ഈ കണ്ണ് കടിഞ്ഞൂൽ കല്യാണത്തിലാണെങ്കിൽ യോധയിലാണെങ്കിൽ പുരികം കൊണ്ട് പെർഫോം ചെയ്യുന്ന സംഗതികൾ മുതൽ എനിക്ക് തോന്നുന്നതിൽ ഭയങ്കര രസമുള്ള 2 സ്റ്റേറ്റ്മെൻ്റാണ് സത്യന്തിക്കാട് പറഞ്ഞിട്ടുണ്ട്. ഉർവശിയിൽ നിന്നൊരു ഓക്കെ പെർഫോമൻസ് പ്രതീക്ഷിച്ചെടുത്ത് അവർ തന്നെ ഇത് ഷോൾഡർ ചെയ്യുന്നത് ഉണ്ടെന്ന്. പിന്നെ എനിക്കൊന്ന് സത്യന്തിക്കാട് സിനിമയിൽ തന്നെ ഒരു ഉർവശി ഫോമുല ഉണ്ടാവുകയാണ്. എപ്പോഴും ഉർവശിയെ വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രൂ ഔട്ട് ഒരു പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടാണ്. ഇതേസമയം തന്നെ വേണു നാഗവള്ളിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റാണ്, സട്ടിൽ പെർഫോമൻസ് ആണെങ്കിൽ ഉർവശിയാണ്
ഏറ്റവും സേഫർ എന്നുള്ളത്. ഇപ്പോൾ ഈ ഹ്യൂമറിന്, അതായത് ഈ സിനിമയിൽ തന്നെ എനിക്ക് പ്രധാനപ്പെട്ട സീനായിട്ട് തോന്നുന്നത് ഈ ഫോൺ എടുക്കുന്നൊരു മൊമെൻറ്റ്, മൊബൈൽ ഫോൺ, അഞ്ജുവിൻ്റെ ഫോൺ എടുക്കുന്ന മൊമെൻറ്റിൽ എന്താണെന്ന് അറിയാതെ ആ റിയാക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവായി നെഗറ്റീവായിട്ടും ചെയ്യുന്നുണ്ട്. ഇത് അഞ്ജുവിനോട് ചോദിക്കുന്നിടത്തും നമ്മൾ പെട്ടെന്ന് ഞൊടിയുടെ മാറുന്ന കാണുന്നുണ്ട്. അതിലൊരു ഹാപ്പിനെസ് ആയിട്ടും പെട്ടെന്ന് ദേഷ്യമായിട്ടും മാറുന്നുണ്ട്. അപ്പോൾ ഞൊടിയിടയിൽ ഈ പറയുന്ന സങ്കടവും വിഷാദവും ആദിയും അല്ലെങ്കിൽ ഉള്ളിലുള്ള വിങ്ങലൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെ ഹ്യൂമറിലും ഈ പറഞ്ഞൊരു മാറി മറിച്ചിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇത് രണ്ട് എക്സ്ട്രീമാണല്ലോ. ഇപ്പം കരയാൻ ഭയങ്കര പാടാണെന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ടൈമിങ്ങിൽ ഹ്യൂമർ ഉണ്ടാക്കാനും ഭയങ്കര പാടാണല്ലോ. ഇതെങ്ങനെ, ഇതൊരു ഭയങ്കര എഫേർട്ട്ലെസ് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ സ്ക്രീനിൽ വളരെ ചുരുങ്ങിയ ആക്ടറിലാണ് ഇത്രയൊരു ലെജൻഡറി പെർഫോമൻസ് കാണാറുള്ളത്. ഈ പറയുന്ന നമ്മളെല്ലാം പറയുന്ന ഈ അനായാസത എന്ന് പറയുന്നത് ഭയങ്കര ആയാസകരമായൊരു സംഗതിയാണോ? ഇതെന്താ അറിയോ, ഹ്യൂമറിനുള്ള ഏറ്റവും വലിയൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളർന്നില്ലെങ്കിൽ ഒരിക്കലും അഡോപ്റ്റ് ആവില്ല. വളരെ സീരിയസ് ആയിട്ടൊരു അച്ഛൻ്റെ അമ്മയുടെയും മകന് അല്ലെങ്കിൽ മകൾക്ക് വളരെ അനായാസമായിട്ട് കോമഡി സംസാരിക്കുക എന്ന് പറയുന്നത് കൂട്ടുകാരുടെ മുമ്പിൽ മാത്രമേ പറ്റൂ. ഒരു നല്ല സൗഹൃദത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടായാൽ അവരിൽ നിന്ന് കിട്ടും തമാശയായിരിക്കും. വീട്ടിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഉൾവലിഞ്ഞു പോകും. ഞാൻ വളർന്ന എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷമാണ്. എനിക്കായാലും കൽപ്പന ചേച്ചിക്കായാലും കലച്ചേച്ചിക്കായാലും എൻ്റെ അമ്മ ഹ്യൂമർ അസാധ്യമായിട്ട് എഴുതുന്ന ആളാണ്. അമ്മയെ പരിചയമുള്ളവർക്കറിയാം, സുന്ദരമായിട്ട് എഴുതും. അമ്മ കോമഡി കഥകൾ, വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കഥ ഞങ്ങൾക്ക് ഉറക്കെ വായിച്ച് കേൾപ്പിക്കും. തെങ്ങണായുടെ അഖിലേന്ത്യാ പര്യടനം, അപ്പം ഞങ്ങൾ സദസ്സ് പോലെ ഇരുന്നിട്ട്, അപ്പം വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പഞ്ചവടിപ്പാലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹ്യൂമർ സിനിമ എന്ന് പറയുന്നത്, ഏറ്റവും എനിക്ക് ഇഷ്ടം ആക്ഷേപഹാസ്യം പഞ്ചവടിപ്പാലമാണ്. അപ്പോൾ അത് വായിക്കുമ്പോൾ കൊടക്കമ്പി പോലെ എന്നൊക്കെ പറഞ്ഞ് ഈ ഉപമാലങ്കാരം ഒരുപാടുള്ള ഒരു ബുക്കുകളാണ് അത്. അതെ. അപ്പം ഞങ്ങൾക്ക് ആ രൂപം കാണാം. അമ്മ അതുപോലെ ഇരിക്കും, കൊടക്കമ്പി പോലെ വളഞ്ഞ് തെങ്ങണായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ രൂപം കാണുക. അപ്പം അതിനകത്ത് അത് നമ്മുടെ മനസ്സിലേക്ക് കയറുകയാണ്. കോമഡിയായിട്ട് സംസാരിക്കുന്നതും തമാശ കേൾക്കുന്നതും തമാശ അവതരിപ്പിക്കുന്നതും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുൻപിൽ ഒരിക്കലും നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു കൊച്ചുകുട്ടി പുറത്തു വരില്ല. ഞാൻ വളരെ മെച്യൂർഡായിട്ട്, വളരെ ഇതായിട്ട് ഇരിക്കണം എന്ന്, അതാണ് സദസ്യർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഈ ലോകത്തിന് മുൻപിൽ വേണ്ടത് എന്ന ചിന്ത എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ചെയ്യാനേ പറ്റില്ല. ഒരാളിനെ ചിരിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും എനിക്ക് തരുന്ന മരുന്നാണെന്ന് ഞാൻ ചിന്തിക്കണം. ഞാൻ എന്നെ ചിരിപ്പിക്കുക, അത് നിങ്ങളെ ചിരിപ്പിക്കുകയല്ല. ഞാൻ റിലാക്സ്ഡ് ആവുകയാണ്. ആ ചിന്ത ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ പെർഫോം ചെയ്തിട്ടേ ഇല്ല. സത്യൻ്റെ പടങ്ങൾ ചെയ്ത സത്യന് എന്നോടുള്ള വിശ്വാസമാണ്. ഒരു പക്ഷെ പറയുന്ന പോലെ പറഞ്ഞോ എന്ന് പറയുമ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ പറയും. അല്ലാതെ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കൂ, എന്നിട്ട് ഒരു 3 പല്ല് കാണിച്ചിട്ടിരിക്കണം കേട്ടോ, എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിതിങ്ങനെ 3 പല്ല് കാണിച്ച് തിരിച്ചുകൊണ്ടോടെ നിൽക്കാനേ പറ്റൂ. ആ ഒരു ഡയറക്ടർക്ക് എന്നോടുള്ള വിശ്വാസം, അവരുടെ മുമ്പിൽ ഞാൻ എടുക്കുന്ന സ്വാതന്ത്ര്യം എനിക്ക് അനുഭവിച്ചു തന്നിട്ടുള്ളതാണ്. ഒരിക്കലും കോൺഷ്യസ് ആയിട്ട് ഞാൻ ഒരു ഷോട്ട് പോലും അഭിനയിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെ വേണം പറയാൻ. ഇതേ കാര്യം തന്നെ ഈ കോമ്പിനേഷൻ ആൻഡ് കോ ആക്ടർ. ഇപ്പം നമ്മൾ ഉള്ളൊഴുക്കിലെ പാർവതി വരെയുള്ള ആളുകളിൽ എത്തുന്ന സമയത്ത് ഈ നമ്മളെപ്പോഴും പറയാറുള്ളൂ ഉർവശിയാണ് ഇപ്പുറത്തെങ്കിൽ അത് രണ്ടുപേരും ഒരുപോലെ എലിവേറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പം നേരത്തെ തന്നെ ഈ പറഞ്ഞ പിന്നെ മോഹൻലാലിൻ്റെ പെർഫോമൻസ് ഒക്കെ എടുത്തു പറയുന്ന സമയത്ത് പല സിനിമയുടെയും, ഇപ്പോൾ മഹാ മുതലുള്ള പല സിനിമയുടെയും കാര്യം പറയുമ്പോൾ പുള്ളി തന്നെ അത് അക്നോളജ് ചെയ്ത് പറയാറുണ്ട്. ഇപ്പുറത്ത് ഉർവശിയാണെങ്കിൽ കിട്ടുന്ന ഒരു എലിവേഷൻ കൂടി ഉണ്ടെന്ന്. അത് ജഗതി ചേട്ടൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. KPS ലളിത ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ണടച്ചു തുറന്നാൽ എനിക്ക് പറയാവുന്ന ഒറ്റ പേര് ഉർവശിയാണെന്നൊക്കെ. ഞാൻ അങ്ങനെ എങ്ങനെ കോ ആക്ടറും കോമ്പിനേഷനും വരുന്ന സമയത്ത് എങ്ങനെയാണ് അതൊരു കൊണ്ടും കൊടുത്തും അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് വരുന്നത്? അതൊരു വലിയ ഘടകമല്ലേ. നമ്മുടെ ഒരു യാത്രയിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന സഹയാത്രികനാവട്ടെ അല്ലെങ്കിൽ ആരും ആവട്ടെ, അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട് ആ ചെറിയൊരു യാത്രയിൽ പോലും. അല്ലാതെ നിസ്സംഗഭാവത്തിരിക്കുന്ന ഒരു ആളിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. നമ്മുടെ കൂടെ വയ്ക്കുന്നത് നിങ്ങൾ കഴിച്ചോ, ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ട് കഴിക്കുന്നോ? ഒരു ട്രെയിൻ യാത്രയിൽ തന്നെ ആലോചിച്ച് നോക്കൂ. അടുത്തിരിക്കുന്നവർ ബോറടിപ്പിക്കാത്ത നല്ല ആൾക്കാരാണെങ്കിൽ നമ്മൾ ആ യാത്ര അറിയില്ല. ചിലപ്പോൾ അവിടുന്ന് ഒരു സൗഹൃദം ഉണ്ടാവും, നല്ലൊരു ആത്മബന്ധം ഉണ്ടാവും. അതുപോലെ കോ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ആക്ടേഴ്സുമായിട്ടോ ആർട്ടിസ്റ്റുമായിട്ടോ ഞാൻ മുഖം മുറിച്ചതായിട്ടോ എന്നോട് അവർ പിണങ്ങിയതായിട്ടോ ചരിത്രത്തിലില്ല. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ആരോ ഒരു ആർട്ടിസ്റ്റ്, ഒരു ലേഡി ആർട്ടിസ്റ്റ് തമിഴ് വർക്ക് ചെയ്യുമ്പോൾ എനിക്കത് ചിരിയാണ് വന്നത്.
ഇവരെന്തിനാ അങ്ങനെ പെർഫോം ചെയ്യുന്നത്? ഞാൻ പെർഫോം ചെയ്യുന്നിട്ട് അവർക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ചിരിയാ വരുന്നത്, നിങ്ങൾ പെർഫോം ചെയ്തുകൂടെ, എന്തിനാ ഇപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ ഞാനിപ്പുറത്തോടൊന്ന് ചിരിക്കും എൻ്റെ സ്റ്റാഫിൻ്റെ കൂടെ. അവർ പറയും സ്ത്രീക്ക് എന്തിനും തൂക്കടാന്നൊക്കെ പറയും എൻ്റെ സ്റ്റാഫ്. ഞാൻ പറയും വിടൂ, അവർക്ക് വിവരമില്ല, എന്നെക്കാട്ടി നല്ലോണം ഇവർ പെർഫോം ചെയ്താൽ പോരെ. പിന്നെ അവരെല്ലാ ഷോട്ടിലും അവരാണ് അതായിട്ട്. ഡയറക്ടർ സമ്മതിച്ചുകൊണ്ടല്ലേ ഞാൻ അഭിനയിച്ചേ. അവർക്ക് എന്തെങ്കിലും ഞാൻ വേണമെങ്കിൽ സഹായിക്കാം, എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം, അവർ സംസാരിക്കത്തില്ല. അപ്പം അതാ ആ ഒരു ഇൻസിഡൻറ്റേ പറയാനുള്ളൂ കേട്ടോ. അല്ലാതെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പം മീര ജാസ്മിൻ വളരെ മൂടിയാണ് ആ കുട്ടി ആ സമയത്ത്, പ്രത്യേകിച്ച് സമയത്ത്. പക്ഷേ വന്നിറങ്ങി ഒരു സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂട്ടായി. ആ ഒരു കൂട്ടായ്മയിൽ കൂടെ അല്ലാതെ ഒരു സിനിമയും നന്നാവില്ല. ഞാൻ മാത്രം നന്നായതുകൊണ്ട് ഇംഗ്ലീഷ് സീനൊക്കെ ഭയങ്കര രസമുള്ള സാധനങ്ങൾ ഇപ്പോഴും. പിന്നെ അപ്പോൾ അവൾ ആ സീനിൽ അഭിനയിക്കാൻ മറന്നുപോയി. കാരണം എൻ്റെ റിഹേഴ്സലൊന്നുമില്ല, ഫിലിമാണല്ലോ. ഒരു കറി വെക്കാൻ എന്തെങ്കിലും പറയൂ ഉർവശി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ എന്തുവാ പറയുന്നത് ഇപ്പം, എന്തെങ്കിലും പറ, അത് മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലാക്കൊള്ളാൻ പറഞ്ഞു. ടേക്ക് എടുത്തപ്പോൾ അയ്യോ ഞാൻ എൻ്റെ ഒന്നും ചെയ്തില്ല, ഞാൻ ചേച്ചിയെ നോക്കിക്കൊണ്ടിരുന്നു, എനിക്ക് അയ്യോ 1 more എടുക്കാം. ഞാൻ പറഞ്ഞു 1 more എടുത്താൽ ഞാൻ തീർന്നു. കാരണം എന്താ പറഞ്ഞതെന്ന് എനിക്കേ ഓർമ്മയില്ല, എന്തോ പറഞ്ഞ് നിർത്തി. എന്നാ ശരിയെന്ന് പറഞ്ഞ് പിന്നെ ബാല ആണ് എഴുതിയത്, ശ്രീബാല, അവളുടെ ഡയലോഗ്സ്. അപ്പോൾ പക്ഷെ അവൾ ആസ്വദിച്ചാ നിന്നത്, അല്ലാതെ എന്താ അവർ പെർഫോം ചെയ്യുന്നു എനിക്ക് അതല്ല. അപ്പം ഞാൻ ചിന്തിക്കേണ്ടത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആർട്ടിസ്റ്റ് എന്നേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്താൽ ആ പടം വിജയിക്കും, അതിലെനിക്കും പങ്കുണ്ടാവുമല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന ആർട്ടിസ്റ്റുകൾ വളർന്ന മലയാളത്തിൽ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഞാൻ മാത്രം ഇതിനകത്ത് നന്നായി ബാക്കിയുള്ളവരൊക്കെ മോശമായ പടം പൊട്ടത്തില്ല, പിന്നെ ഞാൻ നന്നായി ചെയ്ത് എന്ത് കാര്യം. അപ്പം കോ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ശക്തിയാണ്, ഒരു ബലമാണത്. അങ്ങനെ വേണം. അതേ കാര്യത്തിൽ ഈ പടത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം പാർവതി 100% ആപ്റ്റായ ഒരു ആക്ട്രസ്സാണ് ഈ ക്യാരക്ടറിന്. കാരണം പാർവതി ചെയ്തിട്ടുള്ള ഒരു 90% ഓഫ് ക്യാരക്ടേഴ്സും ഇങ്ങനെയാണ്. കാരണം ഒരുപാട് ഇമോഷൻസ് ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഞാൻ കുറച്ചുകൂടെ ലളിതമായിട്ടും പിന്നെ ഇടയ്ക്കൊന്ന് കണ്ടു നനയിക്കുക എന്നുള്ളതൊക്കെയാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം മനസ്സിൽ ഭാരം ചുമന്നുകൊണ്ട് കിടക്കാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ അത് ശ്രമിക്കാറില്ല. അപ്പോൾ അതൊരു നല്ലൊരു, കാരണം ഒരു ഡയറക്ടർ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തതിൻ്റെ എല്ലാ സംഗതി കിട്ടിയിട്ടുണ്ട്. ലീലാമ്മയായിട്ടുള്ള എൻകൗണ്ടർ ആണല്ലോ അഞ്ജുവിൻ്റെ, നമ്മൾ നല്ലൊരു സംഭവം കാണുന്നത്. പിന്നെ നമ്മളൊരു പരിധി കഴിഞ്ഞിട്ട് പറയാനും പറ്റില്ല, സിനിമ കാണേണ്ടതുകൊണ്ട് പ്രേക്ഷകർക്ക്. ഇത് കോ ആക്ടർ ഉർവശി എന്നുള്ള രീതിയിൽ ഇപ്പം നിങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള റോൾ ഉണ്ടല്ലോ. ഇപ്പം ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ ഇപ്പം പാർവതി നേരത്തെ ഔട്ട് ഓഫ് ഫോക്കസിൽ നിൽക്കുമ്പോഴും അത് എക്സൈറ്റഡ് ആവാതെ ക്യാരക്ടർ തന്നെ നിൽക്കണമല്ലോ. പക്ഷെ എന്നാൽ പോലും പേഴ്സണലി എടുത്തു പറയാവുന്ന ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് എന്തായിരുന്നു നിങ്ങളുടെ കോമ്പിനേഷനിൽ? ഒരുപാട് മൂമെന്റ്സ് ഉണ്ട്, പക്ഷെ പെട്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിൽ വരുന്നത് അടുക്കളയിലുള്ള സീനാണ്, തുടക്കത്തിലുള്ള അടുക്കളയിലുള്ള സീൻ, അങ്ങനെ പറയാം. അതായത് വളരെ ലളിതമായിട്ടുള്ളൊരു മൊമെന്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു മൊമെന്റും കൂടിയാണ്. അതിൽ ഭയങ്കര സ്ലൈറ്റ് ആയിട്ടാണ് ഒരു സാധനം എവിടെ വെച്ചു എന്ന് ഞാൻ പറയുമ്പം ഇത്രയും സട്ടിലായിട്ടാണ് ഒരു ചേച്ചി അത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നാൽ ചേച്ചി ജോയിൻ ചെയ്യുന്നുണ്ട് അടുത്ത സീനിൽ തന്നെ. അപ്പം അത് പക്ഷെ എന്നാ ഓവറാക്കി കാണിക്കാനും പറ്റില്ല. എത്ര ഓർഡിനറി സീനിൽ എക്സ്ട്രാordinary സംഭവങ്ങൾ നടക്കുന്നു നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ. അത് ആ സീൻ അതിന് വളരെ ഒരു പ്രതിനിധി സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സീനാണ് എനിക്ക് ഇപ്പം ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് എടുത്തിട്ട് ലീലാമ്മയാണ് കഴുകാൻ വെക്കുന്നത്, നീ പൊയ്ക്കോ വന്നാലെന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിക്കണമെന്ന് ഞാൻ ചോദിക്കുന്നത് വളരെ ജെനുവിനായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും മേടിക്കണോ, നീ ഇനിയിപ്പോൾ അതും കൂടെ മേടിച്ചോണ്ട് വരണം, നീ പോയിട്ട് വാ. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഒരുപാട് ലേയേഴ്സ് ഉണ്ട്, രണ്ടുപേരും കീപ്പ് ചെയ്യുന്ന ലേയേഴ്സ് ഉണ്ട്. പക്ഷെ വളരെ നോർമൽ മോർണിംഗ്, ഓർഡിനറി മോർണിംഗ് ബിറ്റ്വീൻ ദീസ് ടു. മൈ ഫേവറേറ്റ് സീൻസ്. അത് എളുപ്പം എന്താണെന്ന് വെച്ചാൽ ലീലാമ്മയായിട്ട് നിൽക്കുന്നു, അഞ്ജുവായിട്ട് നിൽക്കുന്നു, 100% അവരുടെ സ്പേസിൽ, അവരുടെ ലോകത്തിൽ. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ആ ജോലി ചെയ്യുന്ന സ്ത്രീയെ ഷൗട്ട് ചെയ്യുന്നൊരു സീനുണ്ട്, വളരെ ലാഘവത്തോടെ പോകുന്നുണ്ട്. പക്ഷെ ഈ ക്യാരക്ടറിൻ്റെ എന്താണ് ഇവരുടെ ഒരു പ്രകൃതം എന്നുള്ളത് വ്യക്തമാക്കുന്ന ചെറിയൊരു വാക്കേ പറയുന്നുള്ളൂ. നിനക്ക് നാണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഷൗട്ട് ചെയ്യും. പക്ഷെ അതിൽ അവരെന്താണെന്ന് അതിനകത്ത് അറിയും. സഹനം ആണ് വേണ്ടത് സ്ത്രീക്ക്, ബാക്കി എന്ത് വന്നാലും കുടുംബത്തിന്റെ അന്തസ്സ് കാക്കുക. അതിൽ സ്റ്റബേൺ ആണ്, ഒരു പഴയ മനസ്സുള്ള സ്ത്രീയാണ് എന്നുള്ളത് ആ 2 വാക്കിൽ അറിയും. അങ്ങനെ അതുകൊണ്ട് വെറും സീൻസ് ഒന്നുമില്ല.
ഒരു സീനിൽ ലാസ്റ്റ് ഒരു കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞൊരു സീൻ നമ്മൾ പല സിനിമകളും കാണും. വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിഹേവ് ചെയ്യുന്ന സീൻ വന്നിട്ട് അതിലൊരു ചെറിയ കണ്ടന്റ് എൻഡിലുണ്ടാവും. പക്ഷെ ഇത് അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക മനസ്സിലോട്ടൊരു ഭാരം ഫീൽ ചെയ്യുന്നത്, കാണുന്നവർക്കും പെർഫോം ചെയ്യുന്നവർക്കും. കാരണം വെറുതെ ഇല്ല. കാരണം ലൈഫ് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എഴുതിയ സ്ക്രിപ്റ്റാണ്, അദ്ദേഹത്തിന് പരിചയമുള്ള ക്യാരക്ടേഴ്സ്. ഞങ്ങൾക്കത് അറിയില്ല. പക്ഷെ ഞങ്ങൾ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ എന്താണോ പെർഫോം ചെയ്തത് അതായിരുന്നു അതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. ഇപ്പം ഞാൻ പിന്നെ യഥാർത്ഥ ജീവിതത്തിൽ കുറേ ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ഞാൻ അവരുടെ ക്യാരക്ടർ പെർഫോം ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ലാൽസലാമയുടെ റോളൊക്കെ ഞാൻ അമ്മച്ചിയുടെ വീട്ടിലാണ്. രാവിലെ അപ്പം മുട്ടക്കറിയും കഴിച്ചേച്ച് അമ്മച്ചി ഷോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ ചെറിയച്ഛൻ്റെ അമ്മ ആ പെർഫോം ചെയ്യുക. നീ എന്നെപ്പോലെ കാണിക്കുന്നല്ലോ കൊച്ച. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. എങ്ങനെയാണോ അപ്പം ഞാൻ പറയാം അമ്മച്ചി ഇത്രയല്ലേ ഉള്ളൂ, എൻ്റെ ഇത്രയല്ലേ ഉള്ളൂ, എനിക്ക് പൊക്കം ഉണ്ടല്ലോ. ഓ അത് സിനിമയിലൊക്കെ വരുമ്പോൾ ഇച്ചിരി പൊക്കമൊക്കെ ഉണ്ടായോ, കുപ്പിയുടെ സൈസിലിരുന്ന് എങ്ങനെയാ സിനിമയിൽ അഭിനയിക്കുന്നത് എന്ന് ചോദിക്കും അമ്മച്ചി. ഇത്രയേ ഉള്ളൂ അമ്മച്ചി. അപ്പൊ അത് പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 1921 ആ അമ്മ ഞാൻ പോയി കണ്ടു, ഞാൻ ചെയ്ത നമ്പൂരിയമ്മയുടെ ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ചെയ്ത ജെ ബേബി എന്ന് പറഞ്ഞ തമിഴ് സിനിമ 7 വർഷത്തിന് മുമ്പ് മരിച്ച ഒരു സ്ത്രീയാണ്. എനിക്കറിയില്ല, ഞാൻ പടം പെർഫോം ചെയ്ത് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് അറിയാവുന്നത്. അവരുടെ വീട്ടിലും അവരുടെ ബന്ധു വീടുകളിലും റിയൽ ലൊക്കേഷനാണ് ഷൂട്ട് ചെയ്തത്. നടന്നതല്ലാതെ സിനിമയ്ക്ക് വേണ്ടി ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പം അവരുടെ ആത്മാവ് എൻ്റെ അകത്ത് കയറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമുക്കൊരു കൺട്രോൾ ഇല്ലാതെ അഭിനയിക്കുക. ആ വീട്ടുകാരൊക്കെ വന്നിട്ട് മുമ്പിൽ നിന്ന് കരയുക, ബേബിയമ്മ മാതിരിയേ ഇരിക്കുന്നു പറഞ്ഞിട്ട് കരയുന്നു ഭയങ്കരമായിട്ട്. അപ്പം നമുക്ക് അല്ലാതെ ഇമോട്ടാവുകയാണ്. എങ്കമ്മ ഇപ്പിടി ഇരുപ്പാങ്ക, പെരിയമ്മ ഇപ്പിടി ഇരുപ്പാങ്കെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അങ്ങനെ ചില ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ക്യാരക്ടർ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നൊരു വലിയ ഇത് സിനിമയിൽ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. കാര്യം അത് ഓരോരുത്തർ എന്താണ് സിനിമയിൽ നിന്ന് എടുക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് ഈ സിനിമയിൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലൊരു സീനിൽ ഞാൻ പറയാൻ പറ്റില്ല സീൻ ഏതാണെന്നുള്ളത്. വളരെ സീരിയസ് ആയിട്ട് രണ്ടുപേരും സംസാരിക്കുന്ന സീനിൽ ഞാനൊരു കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു സത്യം പറയുന്നുണ്ട് ലീലാമേനോട്. ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചി ചിരിച്ചിട്ട് പറഞ്ഞു എന്ത് രസത്തിൽ അതങ്ങനെ ചെയ്തതെന്ന് എന്തോ പറഞ്ഞു. ഞാൻ ഇരുന്ന് പോയില്ല എന്നേ ഉള്ളൂ അടുത്ത ഷോട്ടിന്. കാര്യം ചേച്ചി ഒരു കൊമീഡിക് എലമെന്റ് അതിൽ ഫീൽ ചെയ്തു എന്ന് ചേച്ചിക്ക് ഞാൻ അഭിനയിച്ചു. കാര്യം ഈ പറഞ്ഞ പോലെ എല്ലാം കരഞ്ഞിട്ടുള്ള റോൾസ് ചെയ്തിട്ട് ഞാൻ വളരെ സട്ടിലായിട്ടൊരു കൊമീഡിക് എലമെന്റ് വന്നു എന്ന് ചേച്ചി പറയുമ്പോൾ എനിക്ക് ഒരു സൈനാണ്, ദൈവമേ ഇനി എനിക്ക് കോമഡി റോൾസും കുറച്ച് ഹ്രസ്വ കഥാപാത്രങ്ങളൊക്കെ അങ്ങനെയൊക്കെ കിട്ടണേ. ചെറിയ ചെറിയ റോളായിട്ട് കിട്ടിയാലും കുഴപ്പമില്ല. കാരണം തുറന്നൊന്നും പറയാനും നിവൃത്തിയില്ല. എന്നാ എന്തെങ്കിലും പറയണത് എനിക്ക് സ്ത്രീ ഇങ്ങനെ കോർണർ ചെയ്തല്ലേ ചോദിക്കുന്നത്. എന്താ ഇങ്ങനെ ചോദിക്കുകയാണ്. അവരുടെ വീടാണ്, അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നേ പറ്റുള്ളൂ കുറച്ച് ദിവസത്തേക്കെങ്കിലും. അപ്പോ അതുപോലെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്ത് പറഞ്ഞും ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ചിരി സഹിക്കാൻ പറ്റും. അപ്പോഴത്തെ എങ്ങനെ ഒപ്പിച്ചെടുത്തു നീ, കാരണം നമ്മളൊരു ആങ്ഷ്യസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവള് പറഞ്ഞു ആണോ അത് നന്നായിട്ടല്ലേ. ഞാൻ പറഞ്ഞു പിന്നെ വിദഗ്ധ പഠിച്ച കള്ളികൾ എങ്ങനെ പറയും അതുപോലെ എന്തോന്ന് ഉരുട്ടി കാണിച്ചു. ഇനി അത് വിഷ്വലി കാരണം ഞാൻ മോണിറ്റർ നോക്കുന്ന സ്വഭാവം എനിക്കില്ല. കാരണം എനിക്ക് കറക്ഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെയോ വന്നു. അത് കാണണം, ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. എനിക്കിപ്പോഴും ആ സീൻ കാണുമ്പോൾ എനിക്ക് അത് ഓർത്തിട്ട് എനിക്ക് സുഖമായി കിടന്ന് ഉറങ്ങാൻ പറ്റും. മനസ്സിലായില്ലേ? സിനിമ എന്താണെങ്കിലും ചേച്ചി അത് കണ്ടിട്ട് അത് നോട്ട് ചെയ്ത് പറഞ്ഞു. അതൊക്കെ ഇനി എൻ്റെ നോട്ട്ബുക്കിൽ ഉണ്ടാവും. ഇനിയിപ്പം അങ്ങനെ നമ്മുടെ ഇൻസ്റ്റിങ്സിനെ വിശ്വസിച്ച് അഭിനയിക്കണം എന്ന് ഹ്യൂമറിന് ചാലഞ്ച് ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തെ ആത്മവിശ്വാസം നല്ലോണം വരും. ഏറ്റവും പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ സ്ത്രീകൾക്ക്. ഞങ്ങളുടെ സദസ്സുകളിൽ പോലും എൻ്റെ ജനറേഷൻ്റെ റിസ്ട്രിക്റ്റഡ് ആണ്. കാരണം തെറി യൂസ് ചെയ്ത് ശീലമില്ല, ചീത്തവാക്കുകൾ പറഞ്ഞുവിടും, അങ്ങനെയൊക്കെ ആണല്ലോ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിച്ച് തന്നിരിക്കുന്നത്. ആണുങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷകൾ പറയാൻ പറ്റത്തില്ല. മാക്സി പോലെ തന്നെ പറഞ്ഞാൽ ആ തെണ്ടി എന്ന് പറയാം. അതിൽ കൂടുതൽ വാക്ക് പറഞ്ഞാൽ എന്താ മക്കളെ അങ്ങനെയുള്ള വാക്ക് വരുന്നതെന്ന് ഉടനെ ചോദിക്കും വീട്ടിൽ. പിന്നെ നമുക്ക് നാണക്കേട്, നമ്മളെന്തോ മോശക്കാരായതുപോലെ ആയിപ്പോവും. അപ്പോൾ സിനിമയിലെ ഹ്യൂമറിനും അവതരിപ്പിക്കുമ്പോൾ പുരുഷന്മാർ ഉപയോഗിക്കുന്ന ആ തരം ഭാഷകൾ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ആരെയും വേദനിപ്പിക്കാത്ത ഹ്യൂമർ എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടാണ്. ഹാസ്യം എന്ന് പറയുന്നതിനകത്ത് പരിഹാസം എന്നൊരു വാക്കൂടെ കിടപ്പുണ്ട്. അടുത്തിരിക്കുന്നവരെ കളിയാക്കി നിങ്ങളെ ചിരിപ്പിക്കാൻ, അതാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതെ. ഹീറോയ്ക്ക് എപ്പോഴും കളിയാക്കാനും തമാശ പറയാനും ഒരാൾ വേണം. തലയ്ക്ക് കൊട്ടാനും ഒരു കൊമേഡിയൻ വേണം. പക്ഷെ ഞാനത് ചെയ്യില്ല. ഞാൻ ഒരു കാലത്തും അത് ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വേദനിക്കാത്ത തമാശകൾ മാത്രമേ പറയൂ. അയാൾ കൊമേഡിയൻ ആണെങ്കിലും അയാളുടെ വീട്ടിൽ അയാളാ രാജാവ്, അയാളുടെ മക്കളെ മുമ്പിൽ അയാളാ ഹീറോ. അപ്പോൾ അത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ചിന്തിക്കണം. മുടനരെ നോക്കി പോടാ ഞൊണ്ടി എന്ന് വിളിക്കുന്നത് ഹ്യൂമറല്ല. അതൊക്കെ ഇപ്പം ബോഡി ഷേമിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാനൊരു ചാനലിൽ പ്രോഗ്രാം ഇരിക്കുമ്പോൾ അത്തരം കോമഡി വരുമ്പോൾ ഞാൻ മാർക്ക് ഇടില്ല, പട്ടപ്പൂജ ഇട്ട് വയ്ക്കും. അപ്പോൾ ഞാൻ ജഡ്ജസായിട്ട് ഇരിക്കുമ്പോൾ അവരുടെ ടെൻഷൻ അതാണ്. അടുത്തിരിക്കുന്നവരെ കാക്കെ കുരങ്ങെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മാർക്ക് കുറയ്ക്കും എന്ന് പറയും ഞാൻ ആദ്യമേ. നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് അടുത്ത് വയ്ക്കുന്നവരെ കളിയാക്കൂ. ഇത് കേട്ടോണ്ടിരിക്കുന്നവൻ്റെ മക്കൾക്ക് വിഷമം വരത്തില്ലേ? ഞാൻ അനുവദിക്കത്തില്ല. അപ്പോൾ അത്തരം ഹ്യൂമർ കുറയണം. പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല വെച്ചാൽ അങ്ങനെ വിളിച്ചോട്ടെ എന്ന് ചിലർ പറയും. ചിലർ പറയും കുഴപ്പമില്ല, കാരണം അങ്ങനെ വെച്ച് എൻ്റെ കുറവുകൾ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്നുള്ളത്. പൊക്കം ഇല്ലാത്തവരെ കളിയാക്കുക ഒന്നും ഞാൻ ചെയ്യില്ല. നമ്മളിങ്ങനെ ജനിച്ചു പോയത് നമ്മുടെ എന്തെങ്കിലും മൂല്യം കൊണ്ടാണോ? ഞാൻ നേരത്തെ ഇങ്ങനെ ഫോം എഴുതി ഒപ്പിട്ട് അവിടെ കൊടുത്തിട്ട് വന്നിട്ടാണ് എങ്ങനെ ഇരിക്കുന്നത്? എനിക്കിഷ്ടമല്ല. ഞാൻ ഇമോഷണൽ ആവുകയും ചെയ്യും. കാരണം ഞാനൊരു തമിഴ് ആക്ടർ, ചെറിയ മാറുകണ്ണുണ്ട് അദ്ദേഹത്തിന്, ഫേമസ് ആക്ടറാണ്. ഒരു പടത്തിലെ ഡയറക്ടർ എനിക്കെന്താ പ്രായമില്ല. അപ്പോൾ ഒരു എനിക്കിങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അഭിനയിക്കാൻ പറഞ്ഞു. അതേപോലെ കണ്ണിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ ഡയലോഗൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എന്നെപ്പോലെ കണ്ണ് വെച്ച് അഭിനയിച്ചല്ലേ മോളെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്കിൾ അവർ പറഞ്ഞു അങ്ങനെ. ഇത് ഞാൻ ആഗ്രഹിച്ച ജോലിയൊന്നും ഈ കണ്ണിൽ എനിക്ക് കിട്ടിയില്ല. റെയിൽവേ ഗാർഡായിട്ടും ഡ്രൈവിങ്ങിന് പോലും എനിക്ക് ലൈസൻസ് തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ കുറവ് എനിക്ക് സിനിമയിൽ പ്ലസ് ആയിരുന്നു. ഞാനന്ന് മുഴുവൻ കരുതും. അതിന് ശേഷം ഞാൻ കുറച്ച് റിയലൈസ് ചെയ്തു അവർക്ക് വിഷമം വരുന്നുണ്ട്. പക്ഷെ നല്ല പോപ്പുലറായി അവരുടെ ദുഃഖങ്ങളൊക്കെ മാറി എന്ന് പറയുന്നതിൻ്റെ. അപ്പോൾ അതൊന്നും അല്ല ഹ്യൂമർ. ഒന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരിക്കണം. ഒരു തമാശയെ കൂടെ ഒരു കാര്യം പറയുമ്പം ചിന്തിപ്പിക്കുന്നതായിരിക്കണം. ഒരു കയ്പുള്ള ഒരു മരുന്ന് മധുരത്തിൽ പൊതിഞ്ഞു കൊടുക്കുന്ന പോലെ ആയിരിക്കണം അത്. പക്ഷേ ഞാനത് അങ്ങനെ ആരെയും വിഷമിപ്പിക്കരുതെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് കിട്ടിയത് അങ്ങനെ യാദൃശ്യമായിട്ട് കിട്ടിയതാണ്. എൻ്റെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സിനുമാണ് ആ ക്രെഡിറ്റ്. അല്ലാതെ പിന്നെ അവർ തന്ന ഫ്രീഡത്തിൽ ഞാൻ കുറച്ചുകൂടെ കൈക്കൂടെ ഇടും, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഹ്യൂമർ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ നോക്കി നമ്മൾ ഹ്യൂമർ ചെയ്യാനൊരു ഫ്രീഡവും അത് ചെയ്യാനുള്ള ഒരു നമ്മുടെ ഉള്ളിലെവിടെയോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്താ ഇരിക്കുന്ന ഒരു നായകൻ, ഭയങ്കര ഒരു ഹീറോ എന്ന് പറയുമ്പോൾ ഒരു സംഗതി ഉണ്ടല്ലോ. ആ ഹീറോയുടെ കൂടെ അഭിനയിക്കുന്ന നായിക, അദ്ദേഹത്തിൻ്റെ നായികയുടെ ചുറ്റും ചിരി കേൾക്കാൻ ആൾക്കാരിരിക്കുന്നത് നായകന് കുറച്ചില്ല. മോശമല്ലേ? തമാശ പറയുന്ന ആൾക്കാരുടെ കൂടെയാണ് ഒരു കല്യാണ വീട്ടിൽ ചെന്നാലും കുറച്ച് പേര് കൂടി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് പെർഫോം ചെയ്യാൻ പറ്റും. ഫ്രണ്ട് സീറ്റിൽ ഇങ്ങനെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും ഹ്യൂമർ ചെയ്യാൻ പറ്റില്ല. അപ്പം മനസ്സ് ഫ്രീ ആയിട്ട് ചെയ്യണം. മുഖം ഗോഷ്ഠിയാവുന്നുണ്ടോ എന്ന് നോക്കാൻ പാടില്ല, സൗന്ദര്യം ഉണ്ടോ എന്ന് നോക്കാൻ പാടില്ല. അപ്പോൾ അത് ഫ്രീ ആയി കഴിയുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് ഇൻഹിബിഷനൊക്കെ അങ്ങ് പോകും പെർഫോം ചെയ്യാൻ. അതുകൊണ്ടാണ് ഹ്യൂമർ ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷേ നല്ല എഴുതാൻ അറിയുന്നവരായിരിക്കണം, നല്ല ടീമായിരിക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ കുറേ വിശേഷം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു അല്ലേ? കെട്ടുമടുക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ താങ്ക് യു റുചി ചേച്ചി, താങ്ക് യു പാർവതി. അപ്പോൾ ഉള്ളൊഴുക്ക് പ്രേക്ഷകർ അവരുടെ ഹൃദയത്തിലേക്ക് തന്നെ എടുക്കട്ടെ തിയേറ്ററിലെത്തുമ്പോൾ. വീണ്ടും ഇതുപോലൊരു ദീർഘമായിട്ട് സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. താങ്ക് യു മനീഷ്.